ओम नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंश ऋषिभ्यो महद्भ्यो नमो गुरुभ्यः सर्वो वप्लवरहितः प्रज्ञानघनः प्रत्यगर्तो ब्रह्मैवाहमस्मि। ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्ति शान्ति शान्तिः। हरिः ओम श्रीगुरुभ्यो नमः। हरिः ओम ഹരി ഓം. എല്ലാവർക്കും പ്രണാമം. ഓം നമോ നാരായണ. അധ ശുക്ലയജുർവേദീയ കാൺവശാഃ ബൃഹദാരണ്യക ഉപനിഷത്ത് ദ്വിതീയകാണ്ഡം മുനികാണ്ഡം അഥവാ യാജ്ഞവൽക്യകാണ്ഡം ദ്വിതീയോധ്യായം ജൽപരൂപ ഉപപത്തി പ്രകരണം നവമ ബ്രാഹ്മണം ശാഖല്യ ബ്രാഹ്മണം അഷ്ടാദശ മന്ത്രം 18ാമത്തെ മന്ത്രം. ശാഖല്യ ഇതി ഹോവാച യാജ്ഞവൽക്യഃ ത്വാം സിത് ഇമേം ബ്രാഹ്മണാഃ അംഗാരാവക്ഷയണം ആക്രതാ ഇതി. യാജ്ഞവൽക്യ ഇതി ഹോവാച ശാഖല്യഃ യത് ഇദം കുരു പാഞ്ചാലാനാം ബ്രാഹ്മണാൻ അത്യാവാദിഃ കിം ബ്രഹ്മ വിദ്വാൻ ഇതി ദിശഃ വേദ സ ദേവാഃ സപ്രദിഷ്ടാഃ ഇതി. യത് ദിശഃ വേത്ത സ ദേവാഃ സപ്രദിഷ്ടാഃ. കിം ദേവതഃ അസ്യാം പ്രാച്യാം ദിശി അസി ഇതി ആദിത്യദേവത ഇതി. സഹ ആദിത്യഃ കസ്മിൻ പ്രതിഷ്ഠിത ഇതി. ചക്ഷുഃ ഇതി കസ്മിന്നു ചക്ഷുഃ പ്രതിഷ്ഠിതം ഇതി. രൂപേഷു ഇതി ചക്ഷുഷാ ഹി രൂപാണി പശ്യതി കസ്മിന്നു രൂപാണി പ്രതിഷ്ഠിതാനി ഇതി. ഹൃദയ ഇതി ഹോവാച ഹൃദയേന ഹി രൂപാണി ജാനാതി ഹൃദയേ ഹി ഏവ രൂപാണി പ്രതിഷ്ഠിതാനി ഭവന്തി ഇതി. ഏവമേവ ഏതത് യാജ്ഞവൽക്യ. യാജ്ഞവൽക്യ മഹർഷിയെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ശാഖല്യ ബ്രാഹ്മണം തുടരാം. ശാഖല്യന്റെ ചോദ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സഭാമണ്ഡപം എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ 9 വരെയുള്ള മന്ത്രങ്ങളിൽ ശാഖല്യന്റെ ചോദ്യം, ഞാൻ വേദങ്ങളിലും മറ്റു പലയിടങ്ങളിലുമായി ദേവതകളെ കുറിച്ചൊക്കെ നമ്മൾ പരാമർശിക്കുന്നുണ്ടല്ലോ, അതിന്റെ നിവിത്ത് എത്രയാണ് എന്നായിരുന്നു ചോദ്യം. യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു 33 എന്ന് ഉത്തരം പറഞ്ഞു. ശാഖല്യൻ ചോദിച്ചു, അത് 33 എന്ന നിവിത്ത് കൊണ്ട്, സംഖ്യ കൊണ്ട് അങ്ങ് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് ചോദിച്ചു. നമുക്ക് ഒരുമിച്ച് പറയാം. അഷ്ടോ വസവഃ ഏകാദശ രുദ്രാഃ ദ്വാദശ ആദിത്യാഃ ഇന്ദ്രശ്ച ഏവ പ്രജാപതിശ്ച. അതിന്റെ അടിസ്ഥാന ദേവതകളെ കുറിച്ച് ചോദിച്ചു. യാജ്ഞവൽക്യ മഹർഷി അതിന് മറുപടി പറഞ്ഞു. അങ്ങനെ നമ്മൾ 9 മന്ത്രങ്ങൾ കണ്ടത് നവമ ബ്രാഹ്മണത്തില്. അതിനുശേഷം അടുത്ത പ്രകരണത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഹിരണ്യഗർഭ ഉപാസന. എന്തുകൊണ്ട് ഇവിടെ ഹിരണ്യഗർഭ ഉപാസന വരുന്നു അതും നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അഷ്ടൗ വസവഃ സ്ഥിതി കാരണത്തെ യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു. ഏകാദശ രുദ്രഃ ലയ കാരണത്തെ പറഞ്ഞു. ഇനി സൃഷ്ടി കാരണമാണ് പറയാൻ ബാക്കിയുള്ളത്. അതുകൊണ്ട് ഹിരണ്യഗർഭൻ എന്നാൽ പ്രപഞ്ച സൃഷ്ട അല്ലെ. ആ ഉപാസനയാണ് പറഞ്ഞു തരുന്നത്. എന്തിനു വേണ്ടി ഇവിടെ ഉപാസന പറയുന്നു അല്ലെ? എല്ലാറ്റിനെയും സൃഷ്ടിച്ചത് ഭഗവാന്റെ ഹിരണ്യഗർഭ രൂപമാണ്. അല്ലെങ്കിൽ
പ്രപഞ്ച സൃഷ്ടാവെന്ന രൂപത്തോടുകൂടി പരമാത്മാവ് തന്നെയാണ് എല്ലാറ്റിനെയും സൃഷ്ടിച്ചത് എന്ന് ആര് മനനം ചെയ്യുന്നു, ചിന്തനം ചെയ്യുന്നുവോ അത് ഉപാസനയായി. അതിവിടെ നമ്മൾ ആദ്യം കണ്ടു. അഷ്ടവിധ ഹിരണ്യഗർഭ ഉപാസന കണ്ടു. 8 വിധത്തില് യാജ്ഞവൽക്യ മഹർഷി നമ്മളോട് പറഞ്ഞു തന്നു. അതിൽ ഇന്ദ്രിയങ്ങളെ പരാമർശിച്ചുകൊണ്ടായിരുന്നു. ശാരീര പുരുഷൻ മുതൽ പുത്രമയ പുരുഷൻ വരെ 17 മന്ത്രങ്ങളിൽ നമ്മൾ കണ്ടു. അതിനുശേഷം 18ാമത്തെ മന്ത്രത്തില് യാജ്ഞവൽക്യ മഹർഷി ശാഖല്യനോടുള്ള ആ വിദ്വസഭയിലെ ബ്രാഹ്മണന്മാര് ആരും മിണ്ടുന്നില്ല. അപ്പൊ യാജ്ഞവൽക്യ മഹർഷി ശാഖല്യനോടുള്ള അനുകമ്പ കൊണ്ട് അദ്ദേഹത്തിന് ഒരു താക്കീത് കൊടുക്കുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം ശാഖല്യൻ വീണ്ടും പ്രശ്നവുമായിട്ട് വരുന്നതാണ് 19 19ാമത്തെ മന്ത്രം മുതൽ നമ്മൾ കണ്ടത്. അവിടെ എന്തായിരുന്നു നമ്മൾ കണ്ടത്? ദേവതകളെ കുറിച്ചും അവയുടെ പ്രതിഷ്ഠിതകളെ കുറിച്ചും എന്തൊക്കെയായിരുന്നു? ദിശകളെ കുറിച്ച് അറിയാവോ അല്ലെ? 19ാമത്തെ മന്ത്രത്തിന്റെ അവസാനം ദിശഃ വേത്ത സ ദേവാഹ സപ്രതിഷ്ഠ. അങ്ങക്ക് ദിശകളെ, ദിക്കുകളെ കുറിച്ച് അറിയുമെങ്കിൽ അവയുടെ അടിസ്ഥാന ദേവതകൾ എന്ത് എന്ന് എനിക്ക് വിസ്തരിച്ച് പറയൂ എന്നായിരുന്നു ചോദ്യം അല്ലെ? അപ്പൊ അവിടെ വരെ യാജ്ഞവൽക്യ മഹർഷിയോടൊപ്പം നമ്മൾ യാത്ര ചെയ്യുന്നെന്ന് വിചാരിച്ചുകൊണ്ട് എന്തെങ്കിലും സംശയമുണ്ട് ദയവായി ക്ലാസ് കഴിഞ്ഞ് ചോദിക്കണം. നമുക്ക് അടുത്ത മന്ത്രത്തിലേക്ക് പ്രവേശിക്കാം. നമ്മൾ പാരായണം കണ്ടിരുന്നു 20ാമത്തെ മന്ത്രം. കിം ദേവതഃ. ഇവിടെ നിങ്ങളുടെ പുസ്തകത്തില് പേജ് 295 മലയാളം പുസ്തകം ഫോളോ ചെയ്യുന്നവര് ചക്ഷുഹു ഇതി എന്നാണ് കേട്ടോ. ചക്ഷുസിൽ കണ്ടോ, തൊട്ട് അടുത്ത് കണ്ടോ, ചക്ഷുഹു, ചക്ഷുസ്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയാ, ശ്രദ്ധിക്കണം. കിം ദേവതഃ അസ്യാം പ്രാച്യാം ദിശി അസി ഇതി ആദിത്യ ദേവത ഇതി. സഹ ആദിത്യഃ കസ്മിൻ പ്രതിഷ്ഠിത ഇതി. ചക്ഷുഹു ഇതി. ചക്ഷുഹു, ചക്ഷു എന്ന് എഴുതിയിട്ട് വിസർഗം ഇടുക. ചക്ഷുഹു എന്ന് പാരായണം ചെയ്യുക. ഇതി കസ്മിന്നു ചക്ഷുഹു. കണ്ടോ, അടുത്തത് കണ്ടോ? എന്തുകൊണ്ട് അവിടെ ചക്ഷുഷീന്ന് ഇല്ല, ചക്ഷുഹു നാക്കി? അതിന് കാരണം തൊട്ടടുത്തുണ്ട്. കസ്മിന്നു ചക്ഷുഹു പ്രതിഷ്ഠിതം. എന്താണ് ചക്ഷുസിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നതെന്ന് ശാഖല്യൻ ചോദിക്കുകയാണ്. അപ്പം ചക്ഷുഷിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നു എന്ന് യാജ്ഞവൽക്യ മഹർഷിയുടെ ഉത്തരം. ആ ഉത്തരം മനസ്സിലാകാത്തതുകൊണ്ട് വിസ്തരിച്ച് ചോദിക്കുകയാണ്. അപ്പൊ നമുക്ക് അവിടെ എത്തുമ്പോൾ പഠിക്കാം. അതുകൊണ്ട് ദയവായി ഇങ്ങനെ ആക്കുക. സഹ ആദിത്യഃ കസ്മിൻ പ്രതിഷ്ഠിത ഇതി ചക്ഷുഹു ഇതി. കസ്മിന്നു ചക്ഷുഹു പ്രതിഷ്ഠിതം ഇതി. രൂപേഷു ഇതി ചക്ഷുഷാഹി രൂപാണി പശ്യതി. കസ്മിന്നു രൂപാണി പ്രതിഷ്ഠിതാനി ഇതി. ഹൃദയ ഇതി ഹോവാച. ഹൃദയ ഇതി ഹോ. അതിനുശേഷം ഹൃദയേന ഹി രൂപാണി ജാനാതി. ഹൃദയേ ഹി ഏവ രൂപാണി പ്രതിഷ്ഠിതാനി ഭവന്തി ഇതി. ഏവമേവ ഏതത് യാജ്ഞവൽക്യം. ഓക്കെ, നമുക്ക് വ്യാഖ്യാനത്തിലേക്ക് പോകാം. അപ്പൊ ആ സഭാമണ്ഡപം എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം. പൂർവപക്ഷിയായി ശാഖല്യൻ, ഉത്തരപക്ഷിയായി അല്ലെ സിദ്ധാന്തിയായി യാജ്ഞവൽക്യ മഹർഷി, അധ്യക്ഷനായ ജനക മഹാരാജാവ്, തോറ്റുപോയ കുറെ വിദ്വാൻമാര്, തോൽക്കാൻ മനസ്സില്ല എന്ന ഗർവത്തോടുകൂടി, ലോകേഷണ വിത്തേഷണ ഇത്യാദികളോടുകൂടി ഈ നാടകമെല്ലാം നോക്കി കാണുന്ന ബ്രാഹ്മണന്മാര്, വിദ്വാൻമാര് ഇരിക്കുന്ന ആ സഭാമണ്ഡപം. അവിടെ അടുത്തതായിട്ട് ചോദിക്കുകയാണ്, ശാഖല്യന്റെ ഡയലോഗാണ്. കിം ദേവതഃ അസ്യാം പ്രാച്യാം ദിശി അസി. അത് അത്രയും ശാഖല്യന്റെ ഡയലോഗാണ്. എന്നുവെച്ചാൽ പ്രാച്യാം, പ്രാച്യ എന്ന് വെച്ചാൽ കിഴക്ക് ഭാഗത്തിനാണ് പ്രാചി എന്ന് പറയുന്നത്. പ്രാച്യാം, പ്രാചിഹി, പ്രാച്യാം എന്ന് വെച്ചാൽ കിഴക്ക് ദിശയിൽ, പൂർവഭാഗം എന്ന് നമ്മൾ പറയുന്നത്. കിം
ദേവത, കാരണം ദിക്കുകൾ എനിക്ക് അറിയാവുന്ന യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു. അപ്പം 19ാമത്തെ മന്ത്രത്തിന്റെ അവസാനം എന്തായിരുന്നു? ദിശകളെ കുറിച്ച് അറിയാമെങ്കിൽ അങ്ങ് പറയൂ അല്ലെ. അപ്പൊ നമ്മൾ അവിടെ കണ്ടിരുന്നു 19ാമത്തെ മന്ത്രത്തിന്റെ അവസാനം ഡയലോഗ് ശാഖല്യൻ തുടരുന്നു 20ാമത്തെ മന്ത്രത്തിൽ അല്ലെ. അവിടെയാണ് നമ്മൾ നിർത്തിയത്. അപ്പം അത് തുടരുകയാണ്. ശാഖല്യം പറയുകയാണ്, അങ്ങക്ക് ദിശകളെ കുറിച്ച് അറിയാമെങ്കിൽ ഓരോ ദിക് ദേവതകളെ കുറിച്ച്, ഓരോ ദിക്കിന്റെയും അടിസ്ഥാന ദേവതകളെ കുറിച്ച് ചോദിക്കുകയാണ്. അപ്പൊ ആദ്യം ഒബ്വിയസ്ലി എന്തായിരിക്കും? കിഴക്ക് അല്ലെ, കിഴക്ക് ദിശ ചോദിക്കും. കിം ദേവത അസ്യാം പ്രാച്യാദിശി, ആ കിഴക്ക് ദിശയിൽ ഏത്? കിം ദേവത, കിഴക്ക് എന്ന ദിക്കിന്റെ അടിസ്ഥാന ദേവത ആരാണ്, ഏതാണ്? കിം, ആര് അല്ലെങ്കിൽ ഏത് എന്ന് സാന്ദർഭികമായിട്ട് നമുക്ക് ഇവിടെ എടുക്കാം കേട്ടോ. ഏതാകുന്നു അല്ലെ ആരാകുന്നു? അപ്പോൾ യാജ്ഞവൽക്യ മഹർഷിയുടെ ഡയലോഗാണ് അടുത്തത്. സംഭാഷണം ഇങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദമാണ്. അപ്പൊ ആ ചോദ്യം കേട്ടിട്ട് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു, ആദിത്യ ദേവത ഇതി, അത് ആദിത്യദേവനാണല്ലോ എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് ശാഖല്യൻ പറയുകയാണ്, സഹ ആദിത്യ, ശരി ശരി, ആദിത്യനാണെങ്കിൽ, ആദിത്യ ദേവതയാണ് കിഴക്ക് ദിശയുടെ അടിസ്ഥാന ദേവതയെങ്കിൽ, അതാണ് സഹ ആദിത്യ, ആദിത്യനാണെങ്കിൽ, കസ്മിൻ പ്രതിഷ്ഠിത ഇതി, ആ ആദിത്യ ദേവത, ആദിത്യ എന്നേ ഉള്ളൂ, നമ്മള് ദേവത എന്നത് അധ്യാഹാരം ചെയ്തോണേ. കാരണം നമ്മള് ഒരു ദേവതയും വെറുതെ പേര് വിളിക്കാറില്ല. ഇന്ദ്രദേവത, വരുണദേവത, ആദിത്യ ദേവത അല്ലെ. നമ്മൾ ആ ദേവത എന്നുള്ള സ്ഥാനനാമം, ആ പൊസിഷൻ അല്ലെ, അതാണ് ആ പൊസിഷന്റെ നെയിമാണ്. അത് കൂടെ കൂട്ടിച്ചേർത്തിട്ടേ നമ്മൾ അഭിസംബോധന ചെയ്യാറുള്ളൂ അല്ലെ. നമ്മുടെ ആദരണാർത്ഥം സൂര്യൻ അല്ലെ, അങ്ങനെ വേണേ സാമാന്യമായിട്ട് പറയാം. പക്ഷെ നമ്മൾ എങ്ങനെയാണ് സാധാരണ ഉച്ചരിക്കേണ്ടത് അല്ലെ പ്രയോഗിക്കേണ്ട രീതി? ആദിത്യ ദേവത, ശ്രോത്രദേവത, ദിക് ദേവത അല്ലെ, നവഗ്രഹ ദേവതകൾ, അങ്ങനെ നമ്മൾ പറയാറല്ലേ. എല്ലായിടത്തും ദേവത കൂട്ടിച്ചേർത്തോണം. സഹ ആദിത്യ, ആദിത്യ ദേവത കസ്മിൻ പ്രതിഷ്ഠിത, അതാരാ പറയുന്നത്? ശാഖല്യൻ. ആദിത്യ ദേവത എന്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നു? ഇവിടെ പ്രതിഷ്ഠിതം എന്ന് വെച്ചാൽ ആശ്രയം എന്നാണ് അർത്ഥമേ. ആശ്രയം എന്നത് സംസ്കൃത പദമാണ്. ആശ്രയ, പ്രതിഷ്ഠിത എന്ന് വെച്ചാൽ ആശ്രയ അല്ലെങ്കിൽ ആധാര. എന്തിന്, എന്താണ് ആദിത്യന് ആധാരമായിരിക്കുന്നത്? ആരുടെ സപ്പോർട്ടാണ് ആദിത്യനുള്ളത് അല്ലെ? ആദിത്യൻ ആരെയാണ് ആശ്രയിച്ചിരിക്കുന്നത് എന്നുള്ളത്, അതാണ് ചോദ്യം. അപ്പൊ ഒന്നുകൂടെ പറയാം, നമ്മൾ അധ്യാഹരിച്ച് അങ്ങനെ പറയൂ ഇതിനെ, ശ്രദ്ധിക്കണേ. സഹ ആദിത്യ ദേവത, ആദിത്യ എന്നവിടെ പറയാറില്ല, വിസർഗം ഇടണം. പക്ഷെ ദേവത എന്നുള്ള ശബ്ദം ഉള്ളത് കൊണ്ട് ആദിത്യ ദേവത കസ്മിൻ പ്രതിഷ്ഠിത ആശ്രയ ഇതി അല്ലെ. നിങ്ങളും അധ്യാഹാരം പഠിക്കണം, പഠിക്കുന്നുണ്ട്, അതല്ല പ്രാക്ടീസ് ചെയ്യണം അല്ലെ. സഹ ആദിത്യ ദേവത കസ്മിൻ പ്രതിഷ്ഠിത ആശ്രയ ഇതി, ആദിത്യദേവൻ ആണ് കിഴക്കിന്റെ ദേവതയെങ്കിൽ, കിഴക്കെന്ന ദിക്കിന്റെ അടിസ്ഥാന ദേവത ആദിത്യനാണ് എന്ന് അല്ലയോ യജ്ഞവൽക്യ അങ്ങ് പറയുന്നുണ്ടെങ്കിൽ, ആ ആദിത്യന് ആരെ ആശ്രയിച്ചിരിക്കുന്നു? ആദിത്യന് ആശ്രയം എന്താണ്? ആദിത്യൻ എവിടെയൊക്കെയാണ് സപ്പോർട്ടുള്ളത് അല്ലെ? ആശ്രയം എന്ന് വെച്ചാൽ അതല്ലേ, ആലംബമായിരിക്കുന്നത്, ആരെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്, അത് ചോദിക്കും. അപ്പം യാജ്ഞവൽക്യ മഹർഷിയുടെ ഡയലോഗാണ് അടുത്തത്. ചക്ഷുഹു ഇതി, അത് ചക്ഷുവിൽ. ഇവിടെ ചക്ഷു എന്ന് വെച്ചാൽ ആർക്കൊക്കെ കണ്ണുണ്ടോ അവരുടെ എല്ലാം കണ്ണില്. അപ്പൊ ചക്ഷു എന്ന് വെച്ചാൽ സർവ ജീവരാശി ചക്ഷു. അപ്പൊ എന്താ അധ്യാഹാരം ചെയ്യണ്ടേ? സർവജീവരാശ്യാം, ക്ഷമിക്കണേ, സർവജീവരാശ്യാം എന്നാണ് എഴുതണ്ടേ. സർവജീവരാശികളിലും
സർവ ജീവരാശ്യാം ചക്ഷുഹു ഇതി. സർവ ജീവരാശികളുടെയും കണ്ണിൽ അല്ലെ ആര് കുടികൊള്ളുന്നു? ആര് പ്രതിഷ്ഠിതമായിരിക്കുന്നു? ആദിത്യ പ്രതിഷ്ഠിത. അപ്പം എങ്ങനെ ഇത് അധ്യാഹാരം ചെയ്യണം? നമ്മൾ എങ്ങനെ ഇത് സെന്റൻസ് ആക്കും? യാജ്ഞവൽക്യ മഹർഷി ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു. എങ്ങനെയാണത്? സർവ ജീവരാശ്യാം ചക്ഷുഹു ആദിത്യ ദേവതാ പ്രതിഷ്ഠിത ഇതി. ഇത്രയും എഴുതൊന്നും വേണ്ട, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അത്രയാണ് അധ്യാഹരിക്കേണ്ടത് അല്ലെ. സർവ ജീവരാശ്യാം ചക്ഷുഹു ആദിത്യ ദേവത പ്രതിഷ്ഠിത ഇതി. പ്രതിഷ്ഠിതമായിരിക്കുന്നു എല്ലാ ജീവരാശിയും. അപ്പൊ നമ്മളുടെയൊക്കെ കണ്ണില് ആരുണ്ട്? സൂര്യഭഗവാനുണ്ട് അല്ലെ. നമ്മള് നീലാകാശത്ത് കാണുന്ന അതുണ്ട് അല്ലെ. അതിവിടെ പറയുന്നില്ല. അതും നമ്മൾ മനനം ചെയ്യുമ്പോൾ ഓർത്തോണം അല്ലെ. ആ സൂര്യദേവത നമ്മൾ കാണുന്നു. ആ സൂര്യദേവതയുടെ കിരണങ്ങളേറ്റ് ഋതുക്കൾ മാറുന്നു അല്ലെ. ഓഷധികൾ വളരുന്നു. പിന്നെ നമ്മള് ഈ അധ്യായത്തിൽ തന്നെ 3-ാം അധ്യായത്തിൽ തന്നെ പഠിച്ചു. സൂര്യദേവതയുടെ ആ ചൂട് കൊണ്ട് ഉദാഹരണം പഠിച്ചില്ലേ? ഹിമാലയ ഉരുകി, ആ മഞ്ഞുരുകി നദിയായി ഒഴുകി സമുദ്രത്തിലേക്ക് അസ്തം ഗച്ഛന്തി നാമരൂപേ വിഹ അല്ലെ. സമുദ്രത്തിലേക്ക് ലയിക്കുന്നു ഇത്യാദികൾ. അതൊക്കെ ആ ഉദാഹരണം നേരത്തെ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് യാജ്ഞവൽക്യ മഹർഷി അത് പറയാത്ത. നമ്മൾ ഭൂതാകാശത്ത് കാണുന്ന അല്ലെ നീലാകാശത്തിൽ കാണുന്ന ആദിത്യന്റെ പ്രതിഷ്ഠിത ആശ്രയത്തെ പറയാത്തത്. ഇവിടെ ചക്ഷുവിനെ മാത്രം യാജ്ഞവൽക്യ മഹർഷി പരാമർശിക്കുന്നുള്ളൂ. ഇത് അദ്ദേഹത്തിന് അറിയാത്ത കൊണ്ടല്ല, ഓൾറെഡി മറ്റൊരു സന്ദർഭത്തിൽ ആ ഉദാഹരണം പറഞ്ഞതുകൊണ്ട് ഇവിടെ ആവർത്തിക്കാത്തതാണ്. അത്രയും പറഞ്ഞു. ഇനി അടുത്ത ഡയലോഗ് ശാകല്യന്റെ ആണ്. കസ്മിന്നു ചക്ഷുഹു പ്രതിഷ്ഠിതം ഇത്. ചക്ഷു എന്തിൽ, കണ്ണ് എന്തിൽ പ്രതിഷ്ഠിതം ആയിരിക്കുന്നു അല്ലെ. അപ്പൊ അവിടെയും ആശ്രയം അല്ലെ. പ്രതിഷ്ഠിതം എന്ന വാക്കിന് എല്ലായിടത്തും ആശ്രയം എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഇനി എഴുതേണ്ട ആവശ്യമില്ല, കാരണം ഒരേ അർത്ഥം ആവർത്തിക്കുകയാണ്. ചക്ഷുവ് എന്തി, കണ്ണ് എന്തിൽ ആശ്രയമായിരിക്കുന്നു. അപ്പൊ പറയുന്നു നമ്മുടെ രൂപങ്ങളിൽ, രൂപേഷു രൂപങ്ങളിൽ, അതായത് നമ്മളിൽ നിന്നും അന്യമായ വിഷയങ്ങളിൽ, അതാണ് രൂപം. അതായത് നിറങ്ങള്, വർണ്ണങ്ങള്, വ്യക്തികള്, പ്രകൃതി, അതല്ല നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന എല്ലാ രൂപങ്ങൾ, അതാണ് രൂപേഷു രൂപങ്ങളിൽ. രൂപേഷു പ്രതിഷ്ഠിതം ഇതി. പ്രതിഷ്ഠിതം എന്നുള്ള വാക്ക് അവിടെ അധ്യാഹാരം ചെയ്യണം. രൂപേഷു രൂപേഷു പ്രതിഷ്ഠിതം ഇതി. രൂപങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു അല്ലെ. നമുക്ക് നല്ല കണ്ണിന് കാഴ്ചയുണ്ട്, ആദിത്യദേവനും ഉണ്ട്. പക്ഷെ പ്രകൃതിയിൽ ഒരു രൂപവും ഇല്ലെങ്കിലും കണ്ണുണ്ടായിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പം വിവിധങ്ങളായ രൂപങ്ങള് പരമാത്മാവ് സൃഷ്ടി നടത്തിയപ്പോൾ എന്തൊരു വൈവിധ്യത്തിലാണ് സൃഷ്ടിച്ചല്ലേ. ഒരാളെ പോലെയല്ല മറ്റൊരാൾ അല്ലെ. ഇത്രയും കോടിക്കണക്കിന് ജീവരാശികൾ, അവരുടെയൊക്കെ വൈവിധ്യങ്ങള് നമ്മൾ ആ വൈവിധ്യത്തിനെ തിരിച്ചറിഞ്ഞ് കാണുന്നില്ലേ. അതാരുടെ സഹായം കൊണ്ടാ? ചക്ഷുഷിൽ കുടികൊള്ളിയിരിക്കുന്ന ആദിത്യദേവന്റെ സഹായത്തിനാലാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. രൂപേഷു പ്രതിഷ്ഠിതം. രൂപങ്ങളിൽ കണ്ണ് ആശ്രയിച്ചിരിക്കുന്നു. അപ്പൊ കണ്ണിന് ആലംബം അല്ലെങ്കിൽ ആശ്രയം രൂപങ്ങളാകുന്നു. അടുത്തതും യാജ്ഞവൽക്യ മഹർഷി ഇത്രയും പറഞ്ഞ് ഒറ്റ വാക്കില് തൊട്ട് മുമ്പൊക്കെ സംസാരിച്ചല്ലോ. അപ്പൊ യാജ്ഞവൽക്യ മഹർഷി അത് കഴിഞ്ഞ് കുറച്ചുകൂടെ വിസ്തരിച്ച് പറയുന്നു. അടുത്തത് ചക്ഷുഷാഹി രൂപാണി പശ്യതി. ചക്ഷുഷാഹി എന്ന് വെച്ചാൽ ചക്ഷുരേന്ദ്രിയത്തിന്റെ, അതാണ് ചക്ഷുഷാഹി എന്ന വാക്കിന്റെ അർത്ഥമേ.
ചക്ഷുഷാഹി, ചക്ഷുഷു കൊണ്ടാണല്ലോ എന്ന് വെച്ചാൽ ചക്ഷുരേന്ദ്രിയം. കണ്ണെന്ന് പറയുന്നത് എന്താണ്? ജ്ഞാനേന്ദ്രിയാണല്ലോ. അപ്പൊ അവിടെ ഇന്ദ്രിയം എന്നുള്ള വാക്ക് അധ്യാഹാരം ചെയ്യുക. ചക്ഷുഷാഹി. എനിക്ക് അറിഞ്ഞൂടാ, നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നുന്നുണ്ട്. എഴുതാൻ പറ്റുന്നവർ എഴുതുക കേട്ടോ. കാരണം ഇപ്പൊ പ്രഥമ അധ്യായം ചോദിച്ചാൽ ആരും ഓർക്കുന്നില്ല, അപ്പൊ മറന്നു പോകും. അതുകൊണ്ട് പഠിക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകാം. ചക്ഷുഷാഹി രൂപാണി പശ്യതി, ചക്ഷുരേന്ദ്രിയങ്ങളുടെ സഹായത്തിന്, അതാണ് ചക്ഷുഷാഹി, ചക്ഷുരേന്ദ്രിയത്തിന്റെ സഹായത്തിലാണ് രൂപാണി പശ്യതി, രൂപങ്ങളെ, രൂപാണി ബഹുവചനം, വിവിധങ്ങളായ രൂപങ്ങളെ പശ്യതി, കാണാൻ സാധിക്കുന്നത് അല്ലെ. പശ്യതി എന്ന് വെച്ചാൽ കാണുക. ഇവിടെ ഭഗവാൻ ശങ്കരാചാര്യ സ്വാമികൾ അതിന്റെ ഭാഷ്യത്തിൽ എഴുതിയിരിക്കുന്ന കുറച്ചുകൂടെ വിസ്തരിച്ചാണ്. എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വ്യാഖ്യാനം പറയാം. ചക്ഷുരേന്ദ്രിയങ്ങളുടെ സഹായത്തിനാലാണല്ലോ രൂപം മുതലായ ഭാഗ്യ വിഷയങ്ങളെ, ബാഹ്യം എന്ന് വെച്ചാൽ പുറത്തുള്ള, ശ്രദ്ധിക്കണേ, ചക്ഷുഷേന്ദ്രിയത്തിന്റെ സഹായത്തിനാലാണല്ലോ വിവിധങ്ങളായ പുറമേയുള്ള രൂപം മുതലായ ബാഹ്യ വിഷയങ്ങളെ, അതായത് രൂപം എന്ന് വെച്ചാൽ വർണ്ണങ്ങൾ, പിന്നെ മുതലായ എക്സെട്ര എന്ന് വെച്ചാൽ വ്യക്തികള് അല്ലെ, പശുവിനെ പശുവായും സിംഹത്തെ സിംഹവായും എല്ലാറ്റിനെയും വേറെ വേറെ ആയിട്ട്, അതാണ് ബാഹ്യ വിഷയങ്ങളെ നമ്മൾ വിവിധങ്ങളായി കാണുവാനും. പശ്യതി എന്ന് വെച്ചാൽ കാണുവാനേ ഉള്ളൂ. പക്ഷെ നമ്മളവിടെ പശ്യതി എന്ന വാക്കിന്റെ അർത്ഥം അനുഭവതി എന്നാണ്. ഇവിടുത്തെ ലിറ്ററൽ മീനിങ് കാണുക, വെറുതെ കാണുകയല്ല, നമ്മളതിനെ വിവിധങ്ങളായി തന്നെ അനുഭവിക്കുകയാണ് അല്ലെ. പശ്യൻ, സ്പൃണ്ണൻ, സ്പൃശൻ, ജിഘ്രൻ, അശ്നൻ, ഗച്ഛൻ, ശോഭൻ, ശശൻ, ഉന്മിഷൻ, നിമിഷൻ ഇത്യാദി പല അനുഭവങ്ങളും നമ്മൾ അറിയുന്നില്ലേ. കാണുക, കേൾക്കുക. ഇപ്പൊ കാണുക എന്ന അനുഭവം ഉണ്ടാകുമ്പോൾ എന്താണ്? നമ്മൾ അതിനെ അനുഭവിക്കുകയാണ് അല്ലെ. പശുവിനെ പശുവായി കണ്ട് അനുഭവിക്കുകയാണ് അല്ലെ. ഹിമാലയത്തെ ഹിമാലയായി കണ്ട് അനുഭവിക്കുകയാണ്. അപ്പൊ അനുഭവതി ഭഗവത്പാദരുടെ ഭാഷ്യം നമുക്ക് ഒരിക്കലും നമ്മൾ ഈ വേറെ റൂട്ടിലേക്ക് പോവില്ല. നമ്മൾ കറക്റ്റ് കൈപിടിച്ച് കൊണ്ടുപോവുകയാണ്. അതാണ് ഭാഷ്യത്തിന്റെ പ്രത്യേകത. ചക്ഷുഷാഹി രൂപാണി പശ്യതി എന്ന് വെച്ചാൽ എന്താണ്? ചക്ഷുരേന്ദ്രിയങ്ങളുടെ സഹായത്തിനാലാണ് നമ്മൾ പുറമെയുള്ള വിഷയങ്ങളെ കാണുന്നതും അനുഭവിക്കുന്നു. ആര് സഹായിക്കുന്നു? ആദിത്യൻ എന്ന ദേവത അവിടെ കുടികൊള്ളുന്നത് കൊണ്ട്, കണ്ണിനെ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട്, അല്ലെ കണ്ണിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നത് കൊണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ പ്രതിഷ്ഠ എന്നുള്ള അർത്ഥത്തിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വിഗ്രഹ പ്രതിഷ്ഠ ആ അർത്ഥം എടുക്കരുത്. ഇവിടെ പ്രതിഷ്ഠിതം എന്ന് വെച്ചാൽ ആശ്രയം. അപ്പൊ ശാകല്യൻ ചോദിക്കുകയാണ് അടുത്ത ഡയലോഗ്, കസ്മിന്നു രൂപാണി പ്രതിഷ്ഠിതാനി. രൂപാണി എന്നുള്ളത് ബഹുവചനായതുകൊണ്ട് പ്രതിഷ്ഠിതാനി ബഹുവചനവും അവിടെ ഉപയോഗിച്ചിരിക്കുന്നു അല്ലെ. ഇപ്പൊ കസ്മിന്നു രൂപഹ എന്നാന്ന് വെച്ചോ, നമ്മൾ ഇനിയും കുറച്ച് വ്യാകരണം കൂടെ പഠിച്ചു പോകാം. രൂപഹ എന്ന് വെച്ചാൽ ഏകവചനം വരും. അപ്പൊ എന്താണ്? പ്രതിഷ്ഠിത എന്നേ വരുവുള്ളൂ. രൂപാണി ബഹുവചനായതുകൊണ്ട് പ്രതിഷ്ഠിതാനി. കണ്ടോ ആ ഒരു പാറ്റേൺ കണ്ടു? തസ്മിന്നു രൂപാണി പ്രതിഷ്ഠിതാനി. ഈ വിവിധങ്ങളായ രൂപങ്ങൾ ആരെ ആശ്രയിച്ചിരിക്കുന്നു? അല്ലെങ്കിൽ എന്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നു? ആര് പറയുന്നു? ശാകല്യൻ. അടുത്ത ഡയലോഗ് യാജ്ഞവൽക്യ മഹർഷിയുടെയാണ്. ഹൃദയ ഇതിഹോവാച. അത് ഹൃദയമാകുന്നു അല്ലയോ ശാകല്യ. അതാണ് ഹൃദയം. ഇതിഹോവാച, ഹൃദയം എന്ന് ഉവാച പറഞ്ഞു. അപ്പൊ യാജ്ഞവൽക്യ മഹർഷി ശാകല്യ ഉവാച, യാജ്ഞവൽക്യ മഹർഷി ശാകല്യനോടായി ഉവാച പറഞ്ഞു അല്ലെ. അത് ഹൃദയത്തിലാകുന്നു. ഹൃദയം എന്ന് വെച്ചാല് മനസ്സ് പ്ലസ് ബുദ്ധി, അതിനെയാണ് ഇവിടെ ഹൃദയം എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് നമ്മുടെ പമ്പിങ് ഹാർട്ട്, ഹൃദയാകാശം ഒന്നുമല്ല. ഇവിടെ ഹൃദയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഗൂഢാർത്ഥം എന്താണ്? മനസ്സ് അധികം
ബുദ്ധി എന്ന് വെച്ചാൽ ശരീരത്തിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഭാഗം, സ്ഥൂല ശരീരത്തിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഭാഗം നമ്മുടെയൊക്കെ ഹൃദയമായതുകൊണ്ട് അല്ലെ, ഹൃദയം നിലച്ചാൽ അതിന് തീർന്ന്. ആ ഇമ്പോർട്ടൻസ് സൂക്ഷ്മ ശരീരത്തിനും മനസ്സും ബുദ്ധിക്കും ആയതുകൊണ്ട് സൂക്ഷ്മ ശരീരത്തിനെ അല്ലെ മനസ്സിനെയും ബുദ്ധിയെയും വിശേഷണാർത്ഥം പറയുകയാണ്, ഹൃദയം എന്ന് വിശേഷിപ്പിക്കുകയാണ്. ഇപ്പം നമ്മളൊരു പുഷ്പം എങ്ങനെ വിശേഷിക്കുക, അതിന് ശ്വേതവർണ്ണ അല്ലെങ്കിൽ സുഗന്ധ പുഷ്പ, അപ്പൊ അതൊക്കെ വിശേഷമാണ്. ശ്വേതവർണ്ണം, പീതവർണ്ണം, പീതപുഷ്പ, പീതം എന്നത് മഞ്ഞ കളർ വിശേഷണമാണ് അല്ലെ, സുഗന്ധം എന്നത് വിശേഷണമാണ്. അതുപോലെ തന്നെ മനസ്സിന്റെയും ബുദ്ധിയുടെയും വിശേഷണം പറയുകയാണ് ഹൃദയം. അല്ലാണ്ട് പമ്പി ഹാർട്ടേ എടുക്കരുതാരും. ഹൃദയം എന്ന് വെച്ചാൽ മനസ്സ് അധികം ബുദ്ധി, മനസ്സും ബുദ്ധിയുമാകുന്നു. കാരണം വിവിധങ്ങളായ രൂപങ്ങളെ ഇപ്പൊ നമ്മൾ നമ്മള് ചാന്തോക്യത്തിൽ പഠിച്ചില്ലേ, വ്യാഘ്രോവ, സിംഹോവ, മൃഗോവ, വരാഹോവ, കീടോവ, പതംഗോവ, മശകോവ, അങ്ങനെയൊക്കെ. അതായത് സിംഹം, പുലി, കൃമികള്, കീടങ്ങൾ, ഇതിനെയൊക്കെ നമ്മൾ വേറെ വേറെ എങ്ങനെ അറിയുന്നു? നമ്മൾ അതിനെ വേറെ വേറെ കണ്ടനുഭവിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതെങ്ങനെ നമ്മൾ ചെറുപ്പം മുതലേ നമുക്ക് പറഞ്ഞു തരും, മനസ്സിന്റെ ബുദ്ധിയിൽ അത് ഉറപ്പിക്കും. അല്ലെ, ഇത് സിംഹമാണ്, അല്ലെ ഇത് ആനയാണ്, ഇത് കുതിരയാണ്, ഇത് നീലയാണ്, പച്ചയാണ്, ഇത് മനുഷ്യനാണ്, അല്ലെ ഇത് നദിയാണ്, ഇത് സമുദ്രമാണ്. എല്ലാറ്റിനും വേറെ വേറെ എങ്ങനെ തിരിച്ചറിയുന്നത്? മനസ്സിന്റെയും ബുദ്ധിയുടെയും സഹായം. നമ്മൾ ആദ്യം അറിവ് ശേഖരിച്ചു, ബുദ്ധിയിൽ ശേഖരിച്ചു വെച്ചു. അത് പിന്നീട് കാണുമ്പോഴേ ഓരോന്നും വേറെ വേറെ കാണുമ്പോൾ നമ്മൾ അതിനെ ബുദ്ധിയിൽ നിന്നും പിന്നെ പ്രത്യഭിജ്ഞ ഉണ്ടാകും. പ്രത്യഭിജ്ഞ എന്ന് വെച്ചാൽ റീകളക്ഷൻ. നമ്മള് പണ്ട് പഠിച്ചു വെച്ചതല്ല, ഇത് സിംഹമാണ്. അപ്പൊ നമുക്ക് റീകളക്ഷൻ ഉണ്ടാകും, ഇത് ഇത് സിംഹം തന്നെ അല്ലെ, വലിയ രോമങ്ങളുണ്ട്, അതാണ് സിംഹം അല്ലെ, ഇതാണ് ആന, ഈ കറുപ്പക നിറയില് വലിയ വലിപ്പമുള്ള വസ്തു ആനയെന്ന് നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്. അത് ബുദ്ധിയിൽ ശേഖരിച്ചു, പിന്നെ അതിനെ എന്ത് ചെയ്യും? റീകളക്ട് ചെയ്യും പിന്നീട് കാണുമ്പോൾ. മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലെ, ചിന്തിക്കണേ. അത് അപ്പൊ ആര് വേണം? നമുക്ക് കണ്ണുണ്ടായിട്ട് കാര്യമില്ല. പിന്നീട് കണ്ണുകൊണ്ട് കാണുന്നതിനെയൊക്കെ വേർതിരിച്ചറിയാൻ ആര് വേണം? മനസ്സും ബുദ്ധിയുടെ സഹായം വേണം. അതുകൊണ്ടാണ് ഇവിടെ ഹൃദയേന, മനസ്സും ബുദ്ധിയിലുമാകുന്നു ശകല്യ, എന്ത് രൂപങ്ങൾ വേർതിരിച്ചറിയുവാൻ സഹായിക്കുന്നത് ഇവയാകുന്നു. ആര്? മനസ്സും ബുദ്ധിയുമാകുന്നു. അത് കഴിഞ്ഞ് യാജ്ഞവൽക്യ മഹർഷി പറയുന്നു, അത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ യാജ്ഞവൽക്യ മഹർഷിയുടെ ഡയലോഗാണ് അടുത്തത്. ഹൃദയേന ഹി രൂപാണി ജാനാതി. ഹൃദയം കൊണ്ടാണല്ലോ, ഹൃദയേന ഹൃദയം കൊണ്ടാണല്ലോ എന്ന് വെച്ചാൽ മനസ്സ് പ്ലസ് ബുദ്ധി, മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ആണല്ലോ രൂപാണി രൂപങ്ങളെ എന്ന് വെച്ചാൽ ബാഹ്യ വിഷയങ്ങളെ, നമ്മളിൽ നിന്നും പുറമേയുള്ള വിഷയങ്ങൾ, നമ്മൾ കാണുന്ന വിവിധങ്ങളായ വിഷയങ്ങളെ ജാനാതി, ജാനാതി എന്ന് വെച്ചാൽ അറിയുന്നത്. ഇവിടെ വേർതിരിച്ചറിയുന്നെന്ന് എഴുതണേ. ജാനാതി എന്ന വാക്കിന്റെ ലിറ്ററൽ മീനിങ് മൃഡാനന്ദ സ്വാമിജിയുടെ പുസ്തകത്തിൽ അറിയുന്നതെന്നാണ്. ഭഗവത്പാദരുടെ ഭാഷ്യത്തില് വേർതിരിച്ചറിയുക എന്നാണ്. എന്നുവെച്ചാൽ ഓരോന്നും വേറെ വേറെ ആയിട്ട് അല്ലേ, അല്ലാണ്ട് നമ്മൾ ഒരുമിച്ചറിയല്ല, എല്ലാറ്റിനെയും വേറെ വേറെ ആയിട്ട് നമുക്കത് അറിയാൻ സാധിക്കുന്നത് ജാനാതി, വേർതിരിച്ച് അറിയുവാൻ കഴിയുന്നത്. അത് കഴിഞ്ഞ് അടുത്ത ഡയലോഗും യാജ്ഞവൽക്യ മഹർഷിയുടെ തന്നെയാണ്. ഹൃദയേന ഹി ഏവ രൂപാണി പ്രതിഷ്ഠിതാനി ഭവന്തി ഇതി. അതുകൊണ്ട് അല്ലയോ ശാകല്യ, ഹൃദയത്തിൽ തന്നെയാണ്, അതായത് മനസ്സിനെയും ബുദ്ധിയെയും ആശ്രയിച്ചാണ് രൂപങ്ങൾ ഉള്ളത്, അല്ലെ ബാഹ്യ വിഷയങ്ങളെ അനുഭവിക്കാൻ സാധിക്കും. മനസ്സും ബുദ്ധിയും പറയാം, എനിക്ക് നല്ല കാഴ്ചയുണ്ട്, പക്ഷെ എനിക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിലോ? എല്ലായിട്ട് കാണാം. ഇപ്പൊ നമ്മുടെ മുന്നിൽ ഒരാൾ വരിക, പക്ഷെ എനിക്ക്
ഒരു സെക്കൻഡ് കൊണ്ട് ഇതൊക്കെ സംഭവിക്കും കേട്ടോ. പിന്നെ ഉദാഹരണം നമുക്ക് തന്നെ അറിയാം, എത്രയോ പേര് തലച്ചോറിന് ഞരമ്പ് പൊട്ടിപ്പോയിട്ട് ഓർമ്മയില്ല. കഴിഞ്ഞ വർഷം ഒരു സംഭവം ഉണ്ടായി, വിസ്തരിച്ചൊന്നും പറയുന്നില്ല. ഞാൻ എന്നിട്ട് അദ്ദേഹത്തെ കാണാൻ പോയി. കുറെ പേര് അവർക്ക് അറിയാമായിരിക്കും ആരാന്ന്. ഞാൻ കാണാൻ പോയി. ഇപ്പൊ ഞാൻ ചോദിച്ചു, എന്നെ അറിയോ? ജാനാസിമാം എന്നെ അറിയാവോ? അറിയില്ല. പേരോ എവിടെ നിന്നാന്നോ അല്ലെ ആരാന്നോ നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താന്നോ വളരെ അടുത്ത ബന്ധമാണ്, പക്ഷെ അറിയില്ല. അതാണ് കാരണം. പ്രത്യേകതയില്ല, തലച്ചോറിലേക്ക് ഞരമ്പ് പൊട്ടിയിട്ട് ബുദ്ധി റീകളക്ട് ചെയ്യുന്ന ഒരു നെർവുണ്ടല്ലോ നമുക്ക്. മെഡിക്കൽ ടൈമൊന്നും എനിക്കറിയില്ല. ഒരു ഞരമ്പ് പൊട്ടിപ്പോയ പിന്നെ ഇല്ല. എത്ര തവണ നമ്മള് ജാനാസിമാവൻ ചോദിച്ചാലും അറിയില്ല. കാരണം എന്താ? തലച്ചോറ് പ്രവർത്തിക്കാണ്ടായി, പ്രത്യവിജ്ഞ ഇല്ലാണ്ടായി. ഒരൊറ്റ സെക്കൻഡ് മതി നശിക്കാൻ. പക്ഷെ കണ്ണിന് നല്ല കാഴ്ചയാ, എല്ലാം കാണും. അനുഭവം ഞാൻ പറയുന്നത്. ഒരു വർഷം ആകുന്നേ ഉള്ളത് കണ്ടിട്ട് ആളെ. ഇപ്പോഴും ചോദിക്കും, ഇപ്പോഴും വീഡിയോ കോളൊക്കെ ചെയ്യും. കുറെ കാലമായി, എന്നാലും 4-5 മാസം മുമ്പൊക്കെ ചെയ്തു. അപ്പോഴും ഞാൻ ചോദിക്കും, ജാനാസിവ അല്ല അറിയാവോ? ഓർമ്മയുണ്ടോ? എന്നെ ഓർമ്മയുണ്ടോ? അറിയില്ല. പേരോർമ്മയില്ല. ഞാനിപ്പോ എവിടെയാണെന്ന് അറിയില്ല. മൂപ്പറുടെ ആരായിരുന്നു എന്ന് അറിയില്ല. ഒന്നും അറിയില്ല. അപ്പൊ കണ്ണ് നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ മെലിഞ്ഞെന്നോ അല്ലെങ്കിൽ ഇന്ന സംഭവിച്ച അതൊക്കെ പറയും. കാരണം രൂപം കണ്ണ് അറിയാലോ, പക്ഷെ ബാക്കിയില്ല. അതാണ് നമുക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല എന്ന് വീണ്ടും വീണ്ടും. ഇതുകൊണ്ടാണ് ഇതിന് ഉപാസന, ഹിരണ്യഗർഭ ഉപാസന എന്ന് ഹെഡിങ് കൊടുക്കാൻ കാരണം. അഹങ്കരിക്കാൻ ഒന്നുമില്ല എന്ന് യാജ്ഞവൽക്യ വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവയെല്ലാം പണിമുടക്കിയാൽ ആര്? മനസ്സ്, ബുദ്ധി, ചക്ഷു, ആദിത്യൻ എല്ലാവരും പണിമുടക്കിയ നമ്മളൊന്നുമില്ല. അത് പറഞ്ഞു തരികയാണ്. ഹൃദയേന ഹി ഏവ രൂപാണി പ്രതിഷ്ഠിതാനി ഭവന്തി. അതിനാൽ ഹൃദയത്തിൽ എന്നുവെച്ചാൽ മനസ്സും ബുദ്ധിയിലുമാണ് രൂപങ്ങൾ ആശ്രിതമായിരിക്കുന്നത്. യാജ്ഞവൽക്യ മഹർഷിയുടെ ഇത് കേട്ടിട്ട് ശാകല്യം പറയാണ്, ഏവമേവ ഏതത് യാജ്ഞവൽക്യ. അത് ശാകല്യന്റെ ഡയലോഗാണ്. ശാകല്യം അത് ശരിയാകുന്നു. ഏവമേവ ഏതത് എന്നുവെച്ചാൽ പാഠം കറക്റ്റ് അങ്ങ് പറഞ്ഞതല്ല, കറക്റ്റാണ്, ശരിയാണ് എന്ന് ഞാൻ അംഗീകരിക്കുന്നു. അതാണ് അംഗീകാരം കുർവന്തഹ. ഞാൻ അതിനെ അംഗീകരിക്കുന്നു എന്ന ഡയലോഗാണ് ഏവമേവ ഏതത് യാജ്ഞവൽക്യം. ഇത് ശരിയാകുന്നു അല്ലയോ യാജ്ഞവൽക്യ. പക്ഷെ ശാകല്യൻ തോറ്റു പിന്മാറാൻ തയ്യാറല്ല. അതുകൊണ്ട് കാരണം ഇപ്പൊ ഒരു ദിശ കഴിഞ്ഞു. ഏതാണ്? പ്രാച്ചി അല്ലെ എന്ന ദിശ കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ ടേബിൾ എഴുതിയെങ്കിൽ അത് മാത്രം നോക്കിയാൽ മതി. ഇനിയുള്ളതൊക്കെ അല്ലെ എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ അത് എടുക്കുക. കണ്ട, ദിക്ക് കിഴക്ക്, പ്രാച്ചി ദിശ അല്ലെ. കിഴക്ക് ദിശയുടെ സംസ്കൃത പദമാണ് പ്രാച്ചി. ദേവത ആദിത്യൻ, സൂര്യദേവത. എവിടെയൊക്കെ പ്രതിഷ്ഠിതമായിരിക്കുന്നു? ഒന്ന് ചക്ഷുഷി, കണ്ണുവിൽ. പിന്നെ രൂപങ്ങളിൽ. പിന്നെ മൂന്നാമത്തത് പ്രതിഷ്ഠിത 3 ഹൃദയം എന്നുവെച്ചാൽ മനസ്സ്, ബുദ്ധി. അപ്പൊ 3, അതായത് ഈ 3 ആശ്രയങ്ങളും ഉണ്ടെങ്കിലേ ചക്ഷുരേന്ദ്രിയം കൊണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യമുള്ളൂ. നമ്മൾ ഇവരെ എല്ലാം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അല്ലെ കാഴ്ച എന്ന അനുഭവം നമുക്ക് ഉണ്ടാക്കി തരുന്നത് ഇവരെല്ലാവരുമാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ആ ഒരു ഭാവം, കൃതാർത്ഥത ഉണ്ടെങ്കിൽ ഇത് ഹിരണ്യഗർഭ ഉപാസനയാണ്. ഇനി അടുത്ത ദിശ പറയുകയാണ്. കണ്ടോ, രണ്ടാമത്തെ എന്താ? നമ്മൾ കോളത്തിൽ എഴുതി പടിഞ്ഞാറ് ഭാഗം. പ്രതീചി, വരുണൻ, ജലം, രേതസ്, ഹൃദയം. അടുത്തത് അങ്ങനെ ഓരോ ദിശകൾ, 4 ദിശകളും പറഞ്ഞു. പിന്നെ ഊർധ ദിശ, മുകൾ ഭാഗവും 5ാമത് വരുന്നത്. അതാണ് അടുത്ത
മന്ത്രങ്ങളിലായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ പഞ്ചവിധ ഹിരണ്യഗർഭ ഉപാസന എന്ന് പേര് കൊടുക്കാൻ കാരണം അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ഹെഡിങ് കൊടുത്ത കാരണം ഇതാണ്. കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക് 4 ദിശകളും പിന്നെ ഊർധ്വഭാഗവും മുകൾ ഭാഗവും. നമുക്ക് ഓരോന്നായി പഠിക്കാം, പക്ഷെ ഓവറോൾ പറയുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇതിന് എന്താ പേര്? പഞ്ചവിധ ഹിരണ്യഗർഭ ഉപാസന. ഏകവിംശതി 21ാമത്തെ മന്ത്രത്തിലേക്ക് പോകാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മന്ത്രമാണ് അടുത്തത്. കാണാണ്ടൊന്നും പഠിക്കണ്ട, ഒരു ഭാഗം വരുമ്പോൾ അണ്ടർലൈൻ ചെയ്താൽ മാത്രം മതി. നമുക്ക് ഒന്ന് പദച്ഛേദം നടത്താം. ഏകവിംശതി മന്ത്രം, 21ാമത്തെ മന്ത്രം. കിം ദേവത അസ്യാം, കിം ദേവത അസ്യാം ദക്ഷിണായാം ദിശയതി ഇതി. ദക്ഷിണായാം ദിശ്യസീതി എന്നാണ്, ദിശയതി ഇതി എന്നാണ്. ദിശയതി. സംശയമുണ്ട് ക്ലാസ് കഴിഞ്ഞ് ദയവായി ചോദിക്കുക. ദിശയതി ഇതി. ഇതൂടെ കഴിഞ്ഞാൽ നമ്മളിനി സാധാരണ ചെയ്യാറില്ലേ, എല്ലാ മന്ത്രം ഓരോ ബ്രാഹ്മണം കഴിയുമ്പോഴും ഞാൻ മന്ത്രം എഴുതി അയക്കാം. അതുവരെ നിങ്ങൾ ക്ഷമിക്കുക. ഇപ്പൊ 21 28 വരെ ഉള്ളൂ മന്ത്രങ്ങൾ. 28 മന്ത്രത്തോടു കൂടി നമ്മൾ ഈ ബ്രാഹ്മണം കഴിയും. നോട്ട് ചെയ്ത് വെക്കുക, സംശയമുണ്ട് ക്ലാസ് കഴിഞ്ഞ് ചോദിക്കാം. ഇങ്ങനെയാണ്, ശ്രദ്ധിക്കുക. കിം ദേവത അസ്യാം ദക്ഷിണായാം ദിശയതി ഇതി. ദിശയതി ദിശയതി ഇതി. ദിശയതി ഇതി. ദിശയതി. യാ ഇല്ലേ, യാരാലാവശ ആ യായാണ്. ദിശയതി ഇതി. എന്തുകൊണ്ട് പറയുന്നത് എന്ന് വെച്ചാൽ ഒരു വാക്ക് മാറിയ സംസ്കൃതത്തിൽ അർത്ഥം മാറും, അതുകൊണ്ടാണ്. ദിശയതി ഇതി. യമദേവത ഇതി. നിങ്ങൾക്ക് മനസ്സിലായേ? നമുക്ക് എല്ലാവർക്കും അറിയാം, തെക്ക് ഭാഗത്തെ ദേവത യമധർമ്മരാജൻ. സഹ, അടുത്ത സഹ വിസർഗമുണ്ട്. സഹ യമഹ. യമഹ ഒരു വണ്ടി അല്ലേ? യമഹ കസ്മിൻ പ്രതിഷ്ഠിത ഇതി. കസ്മിൻ പ്രതിഷ്ഠിത ഇതി. സഹ യമഹ കസ്മിൻ പ്രതിഷ്ഠിത ഇതി. യജ്ഞഃ ഇതി. യജ്ഞഃ, യജ്ഞഃ വിസർഗമുണ്ട്. യജ്ഞഃ, യജ്ഞഃ ഇതി. ഫുൾ സ്റ്റോപ്പ്. കസ്മിന്നു യജ്ഞഃ, കണ്ട അവിടെ വിസർഗ, അത് തന്നെ മുമ്പിൽ വിടുക. കസ്മിന്നു യജ്ഞഃ പ്രതിഷ്ഠിത ഇതി. പ്രതിഷ്ഠിത ഇതി. ദക്ഷിണായാം ഇതി. ദക്ഷിണായാം ഇതി. ദക്ഷിണായാം മകാരം വിസർഗ ഇടുക, പൂജ്യം ഇടുക, മകാരം. ദക്ഷിണായാം പിന്നെ ഇകാരം എഴുതുക. ഇതി. ദക്ഷിണായാം ഇതി. ദക്ഷിണായാം ഇതി. കസ്മിന്നു ദക്ഷിണാ, കസ്മിന്നു ദക്ഷിണാ പ്രതിഷ്ഠിത ഇതി. പ്രതിഷ്ഠിത ഇതി. അടുത്ത വാക്ക് അണ്ടർലൈൻ ചെയ്യുക, അല്ലെ ഹൈലൈറ്റ് ചെയ്യുക, വല്ലതും ചെയ്യുക. ശ്രദ്ധ. ഇപ്പൊ കത്തണം, ശ്രദ്ധ എവിടെയോ പഠിച്ചത്? ശ്രദ്ധയുടെ ശ്ലോകം ഏതാണ്? സാധന ജ്യേഷ്ഠ സമ്പത്തിയിൽ ശ്രദ്ധ എവിടെ വരും? ഇതെല്ലാം ഓർമ്മ, ഇങ്ങനെ പ്രത്യവിജ്ഞ ഉണ്ടാകണം അല്ലെ, റീകളക്ട് ചെയ്യണം എല്ലാം. ശ്രദ്ധയാം ഇതി. ശ്രദ്ധയാം, അവിടെ അണ്ടർലൈൻ ചെയ്യുക. ശ്രദ്ധയാം എന്നുള്ള വാക്ക്, ഇതി വേണ്ട കേട്ടോ. ശ്രദ്ധയാം ഇതി. അടുത്തത് യഥാഹി ഏവ. യഥാഹി ഏവ. യഥാഹി ഏവ. അടുത്ത വാക്ക് നിങ്ങളുടെ പുസ്തകത്തിൽ തെറ്റാണ്, തിരുത്തുക. ശ്രദ്ധാ തേന്നേ ഉള്ളൂ.
രണ്ട് തായില്ല, തായുടെ ഇരട്ടിപ്പില്ല അവിടെ. ശ്രദ്ധാത്തെ, ശ്രദ്ധാത്തെ, ഇത്തേ ഇല്ല, ശ്രദ്ധാത്തെ. ഒരു താ വെട്ടിക്കളയ. ശ്രദ്ധാത്തെ, ശ്രദ്ധാത്തെ. അധ ദക്ഷിണാം ദദാതി, അധ ദക്ഷിണാം ദദാതി. ശ്രദ്ധയാം ഹി ഏവ, ശ്രദ്ധയാം ഹി ഏവ. ദക്ഷിണാ പ്രതിഷ്ഠിത ഇതി, ദക്ഷിണാ പ്രതിഷ്ഠിത ഇതി. ഫുൾ സ്റ്റോപ്പ്. കസ്മിന്നു ശ്രദ്ധാ പ്രതിഷ്ഠിത ഇതി, കസ്മിന്നു ശ്രദ്ധാ പ്രതിഷ്ഠിത ഇതി. ഹൃദയ ഇതി ഹോവാച. അവിടെയും ഹൃദയം എന്ന് വെച്ചാൽ മനസ്സ്, ബുദ്ധിയാണ്. കസ്മിന്നു ശ്രദ്ധാ പ്രതിഷ്ഠിത ഇതി. ഹൃദയ ഇതി ഹോവാച. ഹൃദയേന, ഹൃദയേന ഹി ശ്രദ്ധാം ജാനാതി, ഹൃദയേന ഹി ശ്രദ്ധാം ജാനാതി. അത് അണ്ടർലൈൻ ചെയ്യുക. ശുദ്ധമായ മനസ്സിൽ നിന്നും ശുദ്ധമായ ബുദ്ധിയിൽ നിന്നേ ശ്രദ്ധ ഉണ്ടാവുകയുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ശുദ്ധം എന്ന വാക്ക് നമുക്ക് അവിടെ എത്തുമ്പോൾ പഠിക്കുമ്പോൾ അധ്യാഹാരം ചെയ്യാം. അത് അണ്ടർലൈൻ ചെയ്യുക. ശുദ്ധം എന്ന് വെച്ചാൽ സാത്വിക മനസ്സ്. അണ്ടർലൈൻ ചെയ്യുക. ഹൃദയേന ഹി ശ്രദ്ധാം ജാനാതി. എങ്ങനെ നമുക്ക് ശ്രദ്ധയുണ്ടാകും? ഹൃദയേന ഹി ശ്രദ്ധാം ജാനാതി, കോമ. ഹൃദയേ ഹി ഏവ, ഹൃദയേ ഹി ഏവ ശ്രദ്ധാ പ്രതിഷ്ഠിതാ ഭവതി ഇതി. ഹൃദയേ ഹി ഏവ ശ്രദ്ധാ പ്രതിഷ്ഠിതാ ഭവതി. ഏവമേവ ഏതത് യാജ്ഞവൽക്യ, ഏവമേവ ഏതത് യാജ്ഞവൽക്യ. നമുക്ക് പാരായണം ചെയ്യാം. വ്യാഖ്യാനം നാളെ പഠിക്കാം. കിം ദേവത അസ്യാം ദക്ഷിണായാം ദിശയതി ഇതി യമദേവത ഇതി സഹ യമഃ കസ്മിൻ പ്രതിഷ്ഠിത ഇതി യജ്ഞഃ ഇതി കസ്മിന്നു യജ്ഞഃ പ്രതിഷ്ഠിത ഇതി ദക്ഷിണായാം ഇതി കസ്മിന്നു ദക്ഷിണാ പ്രതിഷ്ഠിത ഇതി ശ്രദ്ധയാ ഇതി. യദാ ഹി ഏവ ശ്രദ്ധാതേ അധ ദക്ഷിണാം ദദാതി ശ്രദ്ധയാം ഹി ഏവ ദക്ഷിണാ പ്രതിഷ്ഠിത ഇതി കസ്മിന്നു ശ്രദ്ധാ പ്രതിഷ്ഠിതാ ഇതി. ഹൃദയ ഇതി ഹോവാച. ഹൃദയേന ഹി ശ്രദ്ധാം ജാനാതി. ഹൃദയേ ഹി ഏവ ശ്രദ്ധാ പ്രതിഷ്ഠിതാ ഭവതി ഇതി. ഏവമേവ ഏതത് യാജ്ഞവൽക്യ. നാളെ ഒന്നുകൂടെ നമുക്ക് ചൊല്ലാം. എഴുതിക്കോളൂ. തൈത്തിരി ഉപനിഷത്ത് 1.21. നിങ്ങൾ സമയം കിട്ടുവാണെങ്കിൽ എടുത്ത് നോക്കണം. അതിനാണ് ഇന്ന് ഹോംവർക്ക് പോലെ തരുന്നത്. തൈത്തിരി ഉപനിഷത്ത് 1.21, 1-ാമത്തെ അധ്യായം, ശിക്ഷാവല്ലി, 21-ാമത്തെ അനുവാദം. ശ്രദ്ധയാധേയം, അശ്രദ്ധയാ അധേയം, ക്രിയാധേയം, ഭിയാധേയം എന്നുള്ള മന്ത്രം ശിഷ്യാനുശാസനത്തിലുള്ളതാണ് അല്ലെ. കോൺവെക്കേഷണൽ അഡ്രസ് അവിടെ ഉള്ളതാണ് തൈത്തിരി ഉപനിഷത്ത്. എൻ്റെ പുസ്തകത്തിൽ 1.21. നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വ്യാഖ്യാനത്തിൽ 21-ാമത്തെ അനുവാദം തന്നെയാണോ? അല്ല എങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ബുക്കിലെ അനുവാദം എഴുതുക അല്ലെ പിന്നീട് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മാറിപ്പോകും. അതുകൊണ്ട് പറയുകയാണ് 1.21. പിന്നെ നമ്മള് വിവേക ചൂടാമണി ചൊല്ല്.
ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യാവധാരണ ശ്രദ്ധ. അല്ല, ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യാവതാരണ സാ ശ്രദ്ധാ കഥിതാ സദ്ഭിഃ യയാ വസ്തുവലഭ്യത. വെരി ഗുഡ് അമ്മ. ഒരു ഒരു വരി ചൊല്ലിയല്ലോ. വെരി ഗുഡ്. ആ, വത്സലാന്ന് പറയൂ. ചാന്തോക്യം എവിടെ? ആ, 7-ാം അധ്യായത്തിലെ യഥാ വൈ ശ്രദ്ധദാതി അധമനുദേ ന അശ്രദ്ധദ മനുദേ ശ്രദ്ധദ ഏവ മനുദേ ശ്രദ്ധാതു ഏവ വിജാനാതിതവ്യം ശ്രദ്ധാം ഭഗവത വിജിജ്ഞാസയിതി. വെരി ഗുഡ്. ഖണ്ഡത്തിന്റെ നമ്പർ ഒന്ന് പറയോ? 7 പോയിന്റ്. മൈക്ക് ഓൺ ചെയ്യോ അമ്മ. 7 പോയിന്റ് ചാന്തോക്യ ഉപനിഷത്ത് ഏകോനവിംശതി 19 അല്ലേ? അഷ്ടാദശഖണ്ഡേന രണ്ടിലുണ്ട്. ആ, ഞാൻ പറയട്ടെ. ഒരു മിനിറ്റ് ഇതൊന്ന് നോക്കിക്കോട്ടെ. എനിക്ക് വയ്യ, കൊട്ടേഷൻകാരെ കൊണ്ട് ഞാൻ തോറ്റ്. 17, 18. ശ്രദ്ധ 19 വെരി ഗുഡ്. 7.19. 7.19 വെരി ഗുഡ്. ചാന്തോക്യ ഉപനിഷത്ത്. അടുത്തയാള് പറയൂ. പറയട്ടെ എന്ന് ചോദിച്ച ആള് പറയും. പിന്നെ നമ്മള് ഭഗവത്ഗീതയിലേക്ക് അതെന്തായാലും പറയാത്തെ. മത്പര 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 സംയതേന്ദ്രിയ. വെരി ഗുഡ്. ഇനി ശ്രദ്ധയെ കുറിച്ച് കിട്ടുവാണെങ്കിൽ കണ്ടുപിടിക്കുക. കാരണം അത്ര ഇമ്പോർട്ടന്റ് ആണ്. ചാന്തോക്യം എവിടെ? ശ്രദ്ധാവാൻ പുരുഷോ വേദ. അതെ, ചാന്തോക്യ ഉപനിഷത്ത്. അത് തന്നെ. 6-ാം അധ്യായം. ശ്രദ്ധാവാൻ എഴുതിക്കോളും നിങ്ങള്. ശ്രദ്ധാവാൻ പുരുഷോ വേദ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൊട്ടേഷൻ ആണ്. ആർക്ക് മോക്ഷം കിട്ടും, അല്ലെ ആര് ജീവൻ മുക്തനാകുമെന്ന്, എങ്ങനെ ജീവൻ മുക്തിയെ നേടാമെന്ന് ശ്വേതകേതു ഉദ്ദാലക മഹർഷിയോട് ചോദിക്കുമ്പോൾ ഉദ്ദാലക മഹർഷി പറയുന്നതാണ് ശ്രദ്ധാവാൻ പുരുഷോ വേദ. വേദത്തില്, ശാസ്ത്രത്തില്, ഗുരു പരമ്പരയില് ശ്രദ്ധയുള്ളവൻ മാത്രമേ, എന്തൊക്കെ കസർത്ത് കാണിച്ചിട്ടും കാര്യമില്ല, അവർക്ക് മാത്രമേ ദുഃഖത്തിൽ നിന്ന് അത് തന്നെയാണ് ശ്രദ്ധാവാൻ പുരുഷോ വേദ എന്നുള്ളത്. ചാന്തോക്യ ഉപനിഷത്തിന്റെ അതേ ഡയലൂട്ടഡ് വേർഷൻ ആണ് ഭഗവത്ഗീതയില് അർജുനനോട് ഭഗവാൻ പറഞ്ഞു. കണ്ടുപിടിച്ചിട്ട് വായു. ഞാൻ നമ്പറുകളൊക്കെ കുറെ പറഞ്ഞു, ഇനിയും പറയില്ല. ഭഗവത്ഗീത ഒക്കെ എളുപ്പമാണ്, നിങ്ങൾ കണ്ടുപിടിക്കും. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സമ്പ്രദായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.